അതായത് റുമാത്ത് എന്ന അമ്പെയ്ത്തുകാരുടെ മല. എന്താണ് അമ്പെയ്ത്തുകാരെ 50 ആളുകൾ ഇവിടെ നിർത്തിയിടും. ഉഹുദ് യുദ്ധം നടക്കുക. ഉഹുദ് യുദ്ധം എന്താണ്? ബദർ യുദ്ധത്തിൽ ശത്രുക്കൾക്ക് ദയനീയമായ പരാജയം നേരിട്ടു. ആ പരാജയത്തിന് പ്രതികാരം വീട്ടണം, നബിയെയും ശത്രുക്കളെ ഒന്നുകൂടി അറ്റാക്ക് ചെയ്യണമെന്ന ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ഈ കുഫാറുകൾക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അവര് ഉഹുദ് യുദ്ധം ഉണ്ടാക്കി. നബി തങ്ങളെ സഹാബത്തിനെ വല്ലാതെ ദ്രോഹിച്ചു. പിന്നെ യുദ്ധത്തിലേക്ക് എത്തി. ചരിത്ര ദീർഘമാണ്, ചുരുക്കി പറയാം. അങ്ങനെ ആ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘം വളരെ കുറവാണ്, ശത്രുക്കൾ ഭൂരിപക്ഷമാണ്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ റസൂല് 50 ആളുകൾ ഇവിടെ സെറ്റപ്പ് ചെയ്ത് 50 അമ്പെയ്ത്തുകാർ അസ്ത്രജാല വിദ്യരായ ആളുകളെ ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു ഉത്തരവ് തരുന്നത് വരെ നിങ്ങൾ ആരും ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഹസികമായ ഒരു പണിയിലായിരുന്നു. എന്താന്ന് വെച്ചാൽ നബി തങ്ങളുടെ യുദ്ധത്തിന് അണിയേണ്ട ഒരു പടയങ്കി ഉണ്ട്. ആ പടയങ്കി ഈ മലന്റെ മുകളിൽ ഈ കുന്നിന്റെ ഈ ഭാഗത്ത് വീട് കിടക്കുക. അപ്പൊ അത് എടുക്കാൻ നബിക്ക് ഒരാൾ ഹെൽപ്പിന് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി കയറി. പിന്നീട് നബിക്ക് വേണ്ടി ആ നബിയെ കയറാനും ആ പടയങ്കി എടുക്കാനും സഹായിച്ച നബിയുടെ ഒപ്പത്തിനൊപ്പം നിന്ന സഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. ത്വൽഹ റളിയല്ലാഹു അൻഹു നബിയെ തോളിലേറ്റി അതിന്റെ മുകളിലെത്തിച്ച് പടയങ്കി എടുത്തു. പടയങ്കി എടുത്ത് റസൂലുള്ളാഹിക്ക് കൊടുത്തപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഔജബ ത്വൽഹത്തു അൽ ജന്ന, ത്വൽഹ സ്വർഗം നിർബന്ധമാക്കിയെന്ന്. ആ പറഞ്ഞ് നബിക്ക് പടയങ്കി എടുത്തു കൊടുത്തു. ശത്രുക്കൾ നബിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സർവ്വസജ്ജരായിട്ട് ഈ മലയുടെ ഈ സൈഡ് ഭാഗത്ത് അവർ ആ മറുവിലാണ്. അവർ ഓടി വന്നു. ആദ്യം ഓടി വരുമ്പോൾ അവർ കാണുന്ന അമ്പെയ്ത്തുകാരായ നബി തങ്ങളെ സഹാബത്തിനെ ഇവിടുന്ന് കണ്ടപ്പോൾ അവർക്ക് പേടിയുണ്ടായിരുന്നു ഇവിടെ അടുക്കാൻ. പക്ഷെ നബി പറഞ്ഞ ഉത്തരവ്, നബി പറഞ്ഞ തീരുമാനം പാലിക്കാതെ 50 അമ്പെയ്ത്തുകാരിൽ 40 ആളുകളും ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക്. പിന്നെ കുറച്ചാളെ ഇവിടെ ഉള്ളൂ. ഈ രംഗം കണ്ട ശത്രുക്കൾ ഇത് നല്ല ചാൻസാണ്, നല്ല ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി അവർ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. ബഹുമാനപ്പെട്ട നബിയെ സഹാബത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഹബീബായ തങ്ങള് അന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്. വേറെ ആരുണ്ട്? നബിയും ത്വൽഹയും മാത്രം ഒരു ഭാഗത്ത്. അപ്പൊ നബിയെ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അവിടുത്തെ മുൻപല്ല് പൊട്ടി, അവിടുത്തെ ശിരസിന് മുറിവേറ്റു, അവിടുത്തെ കാലിന് പരിക്കേറ്റു, രക്തം ഒഴുകാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ സഹാബത്തും ആ നിർത്തിയ അമ്പെയ്ത്തുകാരും പിന്മാറിയെന്ന ഒരു രംഗം കണ്ടപ്പോൾ ശത്രുക്കൾ പാഞ്ഞു കയറി. ഈ കാണുന്ന കെട്ടുണ്ടോ, അതാണ് ഉഹുദ് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട യുദ്ധം നടന്ന സ്ഥലം, യുദ്ധക്കളം. അവിടെ വെച്ചുകൊണ്ട് മഹാനായ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു, ബദറിൽ ഹംസ റളിയല്ലാഹു അൻഹു ഒരുപാട് ശത്രുക്കളെ വകവരുത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അസ്വദിനെ പോലെയുള്ള വലിയ വലിയ വമ്പന്മാരെന്താക്കിയിട്ടുണ്ട്, കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രതികാരം അവർക്കുണ്ട്. അക്കൂട്ടത്തിൽ ഹിന്ദ് എന്ന പെണ്ണിന്റെ വാപ്പ, സഹോദരൻ, എല്ലാവരെയും കൊന്നിട്ടുണ്ട്. ഈ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി ഹിന്ദ് വഹ്ശി എന്ന് പറയുന്ന ഒരാളെ ചുമതലപ്പെടുത്തി. ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വഹ്ശി വന്നിട്ടൊരു വിഷത്തിലൂട്ടിയ ചാട്ടുളി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിലേക്ക് ഇറക്കി കുത്തി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വീണു. ഹിന്ദ് എന്ന പെണ്ണ് ഓടി വന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി ആക്രമിച്ചു. അവസാനം കരളെടുത്ത് വായിലിട്ട് ചവച്ച് തുപ്പി. യാ ഹംസ, എൻ്റെ ആങ്ങളയെ കൊന്ന ഹംസ, എൻ്റെ വാപ്പയെ കൊന്ന ഹംസ എന്ന് പറഞ്ഞിട്ട് ഹിന്ദ് എന്ന നീചയായ പെണ്ണ് ആക്രോശിച്ച സംഭവം നടന്നത് ഇവിടെയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ വഹ്ശി എന്ന് പറയുന്ന ആളാണ്. ആ വഹ്ശി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി വളരെ വിഷമത്തോടു കൂടെയാണ് അത് സ്വീകരിച്ചത്. സലാം പറഞ്ഞിട്ട് പോലും മടക്കിയില്ല. 3 തവണ സലാം പറഞ്ഞപ്പോൾ ജിബ്രീൽ ആയത്തുമായിട്ട് ഇറങ്ങിയപ്പോഴാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാം മടക്കി. അപ്പോൾ ചരിത്രമൊക്കെ ദീർഘാണ്. ഇവിടെയാണ് മുസ്അബ് തങ്ങളും ഷഹീദായത്, ഇവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങൾ ഷഹീദായത്, മഹാനായ ഷമ്മാസ് റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ കെട്ടിൻ്റെ അകത്ത് ആദ്യം കാണുന്നത് ഹംസ റളിയല്ലാഹു അൻഹു മുസ്അബ് തങ്ങളുമാണ്. പിന്നെ അപ്പുറത്തെ കെട്ടിൽ 70ഓളം സഹാബികളാണ് ഇവിടെ രക്തസാക്ഷികൾ. ബാക്കിയൊക്കെ ആ കെട്ടിലാണുള്ളത്. അങ്ങനെയുള്ള ഉഹുദിന്റെ പോർക്കള നമ്മൾ കണ്ടു. ഉഹുദിലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിക്കേറ്റപ്പോൾ മുൻപല്ല് പൊട്ടിയപ്പോൾ തൻ്റെ വായിൽ ഇനി ഒരു പല്ലും വേണ്ട എന്ന് പറഞ്ഞിട്ട് പല്ല് തച്ച് പൊളിച്ച് കളഞ്ഞ സഹാബികളുണ്ട്. അതൊക്കെ മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അവിടെ കാണുന്ന ഒരു ചെറിയ ഒരു മല, ചെറുതൊന്നുമില്ല, അത്യാവശ്യം വലുപ്പമുള്ള. കാണുന്നുണ്ടോ? അങ്ങകലെ കാണുന്നുണ്ടോ? ആ മലന്റെ മുകളിൽ കുറെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ടോ?
അത് രാജാക്കന്മാരെ കൊട്ടാരാണ്. ഇന്ന് രാജാക്കന്മാരെ കൊട്ടാരാണ്. ആ മലയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ജുറുഫ് മല എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയുടെ അവസാനത്തിന്, അത് ഉഹുദ് മലയാണ് കാണുന്നത്. ഇതാണ് ഉഹുദ് മല. ഏകദേശം 12 കിലോമീറ്റർ അധികമുണ്ട്. അവിടെയാണ് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബിയും സഹാബ്, 2 നബിയും സിദ്ദീഖും അതുപോലെ 2 രക്തസാക്ഷികളും എന്ന് പറഞ്ഞില്ലേ, അവർ നിൽക്കുന്ന സമയത്ത് ഭൂമി കുലുങ്ങിയപ്പോൾ ഉഹുദേ നീ കുലുങ്ങരുത് പറഞ്ഞല്ലോ. അതൊക്കെ ആ സമയത്താണ്. ആ മലൻ്റെ മുകളിൽ നിന്നാണ് ആ മല അവസാനിക്കുന്നത്. ജുറുഫ് മല എന്ന് പറയുന്ന മലയുടെ അവസാനത്തിലാണ്. കണ്ടോ, ആ ജുറുഫ് മല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞ മലയാണ് ആ കാണുന്നത്. എന്താ മലൻ്റെ പ്രത്യേകത? ആ മലൻ്റെ മുകളിൽ ദജ്ജാൽ വരും. അതിൻ്റെ ചതുപ്പ് നിലയത്തിൽ ദജ്ജാൽ വരും. ദജ്ജാൽ മദീനത്തേക്ക് വരുമോ? മക്കത്തേക്ക് വരുമോ? ലാ യദ്ഖുലു ദജ്ജാലു വല താഊൻ. മദീന ഹറമിലേക്കോ മക്ക ഹറമിലേക്കോ ദജ്ജാലിന് പ്രവേശനമില്ല. അപ്പോൾ ഇത് മദീന അല്ലേ? ദജ്ജാൽ വരുന്ന ആ മല എന്ന് പറയുന്നത് മദീന തന്നെയല്ലേ? പക്ഷെ മദീന ഹറമല്ല. ഹറം അതിൻ്റെ പുറത്ത് എന്താവും? അവസാനിക്കും. അത് ഹറമിൻ്റെ പുറത്താണ് ഏതുള്ളത്? ജുറുഫ് മലയുള്ളത്. ആ ജുറുഫ് മലയുടെ ചതുപ്പ് നിലയത്തിൽ ലോകം അവസാനിക്കുന്ന ഘട്ടത്തിൽ ദജ്ജാലിൻ്റെ ഓട്ടത്തിനിടയിൽ അവിടെ എത്തും. അവിടെ നിന്ന് മദീനയിലെ പച്ചക്കുപ്പയിലേക്കും മദീനയിലെ മസ്ജിദുൻ നബവിയുടെ വെളുത്ത മിനാരത്തിലേക്ക് നോക്കിയിട്ട് അവൻ ചോദിക്കുമത്രേ, ഇമൻ ഹാദൽ ഖസ്ർ, ഈ കൊട്ടാരം ആരുടേതാണ്? ആരുടേതാണ് ഈ വെള്ള കൊട്ടാരം? ഈ ഖസ്റുൽ അബിയൽ, ഈ വെള്ള കൊട്ടാരം ആരുടേതാണെന്ന് ചോദിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ പറന്നിറങ്ങിയിട്ട് ഷാമിന്റെ ഭാഗത്തേക്ക് ദജ്ജാലിന്റെ തല തിരിച്ചുവിടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദജ്ജാൽ മലയിൽ നമ്മൾ കണ്ടു. ജബൽ റുമാത്തിൽ നൽകുന്ന പാഠം എന്താ അറിയോ? ജബൽ റുമാത്ത് നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നറിയോ? ജബൽ റുമാത്തിൽ 50 അമ്പെയ്ത്തുകാരെ നിർത്തി ഇറങ്ങിപ്പോയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേതാവാണ്. ഒരു നേതാവ്, ഒരു അമീർ ഒരു കാര്യം പറയും, ഞങ്ങൾ അങ്ങോട്ട് പോകരുത്, അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാത്തതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഉഹുദിൽ മുസ്ലിമീങ്ങൾക്കൊരു നേരിയ പരാജയം ഉണ്ടായി. വളരെ സ്റ്റഡി ആയിട്ട് റസൂല് പറഞ്ഞ് കേട്ടിട്ട് അമ്പെയ്ത്തുകാർ ഇവിടെ നിന്നണമെങ്കിൽ ഒരൊറ്റ ശത്രുക്കളോട് അടുക്കൂല, ഓലെ പേടിച്ചിട്ട് ഓല് പോകും. പക്ഷെ ഓല് പറഞ്ഞപ്പോൾ ചിതറി പല ഭാഗത്തേക്കും പോയി. അപ്പോൾ റസൂലുള്ളാഹി ഒരു നേതാവിൻ്റെ ആ ഒരു നേതൃത്വം അല്ലെങ്കിൽ തീരുമാനം അംഗീകരിക്കാത്തതിൻ്റെ പാളിച്ചയാണ് ഉഹുദിൽ മുസ്ലിമീങ്ങൾക്ക് നേരിയ പരാജയം. എന്നാൽ ബദറിൽ വിജയിച്ചു, ഒരുപാട് ഖന്തക്കിൽ വിജയിച്ചു, ഒക്കെ വിജയമാണ്. പക്ഷെ ഉഹുദിൽ ചെറിയൊരു പരാജയം ഉണ്ടായിട്ട്. അല്ലാഹു തആല നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. ജബൽ റുമാത്തിൻ്റെ കുന്ന് അന്ന് കാണാൻ നമ്മളിങ്ങോട്ട് വന്നത്. നമ്മളെ സിയാറത്ത് കേന്ദ്രം പ്രധാനമായിട്ട് അവിടെയാണ്.